ക്ലാസ് ടു കൊമേഴ്സ് ഫാമിലി. അപ്പോൾ 19th നിങ്ങളുടെ എക്കണോമിക്സിന്റെ പബ്ലിക് എക്സാം വരുന്നത്. അപ്പോൾ പലരും ടെൻഷനൊക്കെ ആയിട്ട് ഇരിക്കുമായിരിക്കും അല്ലേ, പഠിച്ചതൊന്നും തലയിൽ കയറുന്നില്ല, പഠിച്ചതൊക്കെ മറന്നു പോകുന്നു എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. ആ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക, നിങ്ങളിൽ തന്നെ ഒന്ന് വിശ്വസിക്കുക, എന്നെ കൊണ്ട് പറ്റും എന്ന് വിശ്വസിക്കുക, നിങ്ങളെ കൊണ്ട് സാധിച്ചിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ മിസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോ ആൻഡ് മാക്രോയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ ഇരുന്ന് കാണുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനൽ, നമ്മുടെ ചാനൽ അറിയത്തില്ലെങ്കിൽ പ്ലീസ് നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ വേണമെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് മൈക്രോയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാക്രോയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി മൈക്രോയിലാണ് നമുക്ക് എന്താണ് കൂടുതലായിട്ടും എസ്സേ ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അതെങ്ങനെയാണ് മിസ് പറഞ്ഞത്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഒന്നും തന്നെ ഇല്ല. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിലേക്ക് വരുമ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് എന്ത്, നമ്മുടെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്. ഓക്കെ, ഈ ഒരു ടോപ്പിക് 5 മാർക്സിന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. എക്സ്പ്ലെയിൻ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം വിത്ത് ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എന്ന് പറഞ്ഞ് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അതുമല്ലാണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മോഡൽ എക്സാമിന് വന്ന പോലെ എ പാർട്ടിൽ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് ചോദിച്ചിട്ട് ബി പാർട്ടിൽ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് പഠിക്കുക. പിന്നെ എന്താ നമ്മുടെ ബഡ്ജറ്റ് ലൈനിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതായത് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരു 5-6 സബ് പാർട്സ് ആണ്. ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റർ, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റർ, അതേപോലെ നമ്മുടെ സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ, പിന്നെ എന്താണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ അല്ലെ, ഡ്രോ ബഡ്ജറ്റ് ലൈൻ. ഇങ്ങനെ 5 സബ് പാർട്സ് കൊണ്ട് ബഡ്ജറ്റ് ലൈൻ്റെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കോസ്റ്റ് സ്കെഡ്യൂൾ അല്ലെ, നിങ്ങൾക്കറിയാലോ നമ്മുടെ എ സിയും എം സിയും ടി സിയും നിങ്ങളുടെ എ വി സി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, ആ സ്കെഡ്യൂൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ആ ചാപ്റ്റർ തന്നെ മറ്റൊരു സംഭവമാണ് എന്താ, ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. ഓക്കെ, അത് എന്തായാലും ചോദിച്ചിരിക്കും, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടിട്ടുള്ളൊരു പോർഷനാണ്. ഓക്കെ, ആൻഡ് അടുത്ത ചാപ്റ്ററിലാണ് അല്ലേ നമ്മുടെ തിയറി ഓഫ് ഫേം ഉണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. യെസ്, അതിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ ഷോർട്ട് റൺ ഓർ ലോങ് റൺ. ചിലപ്പോൾ ഷോർട്ട് റൺ ചോദിക്കും, ചിലപ്പോൾ ലോങ് റൺ ചോദിക്കും. മിക്കപ്പോഴും നമ്മൾ ചോദിച്ചു കണ്ടുള്ളത് ഷോർട്ട് റൺ ആണ്, വിത്ത് ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എന്നായിരിക്കും ചോദിക്കുക. ഓക്കെ, ആൻഡ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ മൈക്രോന്റെ ഏതാണ്, നമ്മുടെ യെസ് എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ചോദിച്ച് കണ്ടിട്ടുണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ചോദിക്കത്തില്ലായിരിക്കും. പക്ഷേ 5 മാർക്സിന് നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, 8 മാർക്സിന് നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ മൈക്രോയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മാക്രോയിലേക്ക് എത്തുമ്പോൾ എന്താ 3 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ആകെ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നൊന്നുമില്ല. സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ നാഷണൽ ഇൻകം അക്കൗണ്ടിൽ നോക്കുവാണെങ്കിൽ അതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താ, മെത്തേഡ്സ് ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, 8 മാർക്സിന് സ്ഥിരം ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ 5 മാർക്സിന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് നമ്മുടെ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻ വരും. പക്ഷേ എന്താണ് സബ് പാർട്സ് ആയിട്ടായിരിക്കും വരിക, എ പാർട്ട് ബി പാർട്ട്. എ പാർട്ടിൽ ഒന്നെങ്കിൽ ഫംഗ്ഷൻസ് ഓഫ് മണി ആയിരിക്കും ചോദിക്കുക, അതും അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഓഫ് RBI ആയിരിക്കും ചോദിക്കുക, അതും അല്ലെങ്കിൽ എന്താണ് ഫംഗ്ഷൻസ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്സ് ആയിരിക്കും ചോദിക്കുക എ പാർട്ടിൽ. ബി പാർട്ടിൽ നിങ്ങളോട് ചോദിക്കുന്നത് എന്താ, എക്സ്പ്ലെയിൻ ദ പോളിസി ടൂൾസ് ടു കൺട്രോൾ മണി സപ്ലൈ ഇൻ ഇന്ത്യ. നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസും ക്വാളിറ്റേറ്റീവ് ടൂൾസും നിങ്ങൾ അവിടെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ ആൻഡ് മാക്രോയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസ്. ഓക്കെ, യാതൊരു കാരണവശാലും നിങ്ങൾ ഈ ഒരു പോർഷൻസ് സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പം ഇനി എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ വേണമെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് നന്നായിട്ട് പഠിക്കുക, നിങ്ങളിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.